നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ നടക്കുന്ന രണ്ടാം സെമി ഫൈനൽ പോരാട്ടത്തിൽ ഒരു മികച്ച മത്സരമാണ് ആരാധകരെ കാത്തിരിക്കുന്നത്. കരുത്തരായ PSG-യും ബൊറൂസിയ ഡോർട്ട്മുണ്ടും തമ്മിലാണ് ഏറ്റുമുട്ടുന്നത്. ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 12:30 ബൊറൂസിയയുടെ മൈതാനത്ത് വെച്ചുകൊണ്ടാണ് ഈ ഒരു മത്സരം അരങ്ങേറുക. നമുക്കറിയാം, ക്വാർട്ടർ ഫൈനലുകളിൽ മികച്ച പ്രകടനം നടത്തിക്കൊണ്ടാണ് PSG-യും അതുപോലെ തന്നെ ബൊറൂസിയയും ഈ ഒരു സെമി ഫൈനൽ പോരാട്ടത്തിന് യോഗ്യത കരസ്ഥമാക്കിയിട്ടുള്ളത്. ഈ മത്സരത്തിന് മുന്നോടിയായുള്ള പത്രസമ്മേളനത്തിൽ PSG-യുടെ പരിശീലകനായ ലൂയിസ് എൻറിക്കെ ചില കാര്യങ്ങൾ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു കിടിലൻ മത്സരമായിരിക്കും എന്നാണ് അദ്ദേഹം ഈ ഒരു മത്സരത്തെക്കുറിച്ച് തന്റെ പ്രവചനമായിക്കൊണ്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഒരുപാട് ഗോളുകളും അവസരങ്ങളും ഈ മത്സരത്തിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്നും പരിശീലകൻ പറഞ്ഞിട്ടുണ്ട്. എൻറിക്കയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: ക്വാർട്ടർ ഫൈനലിന് സമാനമായ ഒരു മത്സരം തന്നെയായിരിക്കും ഇത്. ഞങ്ങൾ രഹസ്യ സ്വഭാവമുള്ള ഒരു ടീമല്ല, ബൊറൂസിയയും അത്തരത്തിലുള്ള ഒരു ടീമല്ല. ഞങ്ങളുടേതായ ഫുട്ബോൾ കളിച്ചുകൊണ്ട് ഈ മത്സരം വിജയിക്കാൻ ഞങ്ങൾ ശ്രമിച്ചിരിക്കും. ഒരു മികച്ച മത്സരമായിരിക്കും ഇത്. ഗോളുകളും അവസരങ്ങളും ഈ മത്സരത്തിൽ ഒരുപാട് ഉണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം രണ്ട് ടീമുകൾക്കും അതിനുള്ള കഴിവുണ്ട്. ഞങ്ങൾക്ക് ഇപ്പോൾ കൂടുതൽ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. അത് ഞങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ പ്രൊജക്റ്റ് ഇപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇനിയും സീസൺ അവസാനിക്കാൻ ഒരു മാസം അവശേഷിക്കുന്നുണ്ട്. എല്ലാത്തരം പ്രതിസന്ധികളെയും സമ്മർദ്ദങ്ങളെയും ഞങ്ങൾ അതിജീവിക്കേണ്ടതുണ്ട്. ഇതാണ് PSG-യുടെ പരിശീലകൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ക്വാർട്ടർ ഫൈനലിലെ ആദ്യപാദ പോരാട്ടത്തിൽ നമുക്കറിയാം, സ്വന്തം മൈതാനത്ത് വെച്ചുകൊണ്ട് PSG ബാഴ്സയോട് പരാജയപ്പെട്ടിരുന്നു. പക്ഷെ രണ്ടാം പാദത്തിൽ ബാഴ്സയുടെ മൈതാനത്ത് വെച്ചുകൊണ്ട് അതിശക്തമായ രൂപത്തിലുള്ള ഒരു തിരിച്ചുവരവ് PSG നടത്തുകയായിരുന്നു എന്നുള്ളതാണ്. ഈ സീസണിൽ സാധ്യമായ 4 കിരീടങ്ങളുമാണ് ഇപ്പോൾ PSG ലക്ഷ്യം വെക്കുന്നത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. കാണാം.